ഇന്ന് പൂജ വയ്ക്കുന്ന ദിവസം മക്കൾ രണ്ടുപേരും ഇല്ലെങ്കിലും ഞാൻ ബുക്കുകളൊക്കെ പൂജ വെച്ചു. എന്നും വൈകിട്ട് മിക്കേ ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് തൊഴിയിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വിളിച്ച് നോക്കാം, നമുക്ക് കാണാം വരുന്നത് തൊഴാൻ. മിക്കേ, ഇവിടെ ഉണ്ടോ? ഓടി ബാ മക്കൾ, ഓടി ബാ ബാ, അമ്പറ്റത്തുണ്ടായോ? ഓടി ബാ വാ, എല്ലാവരെയും കാണിച്ചേ എങ്ങനെയാ പൂജ വെച്ചിട്ട് തൊഴുന്നൊന്ന് കാണിച്ച്. വാ, ഓടി വാ ഓടി വാ ഓടി വാ, ഓടി വാ ഓടി വാ. അമ്പറ്റ തൊഴു, മക്കൾ അമ്പറ്റ തൊഴു, അമ്പറ്റ തൊഴുമുത്ത്, അമ്പറ്റി കാത്തുരക്ഷിക്കണേ. ഓ കണ്ടോ കുഞ്ഞമ്പറ്റ തൊഴുന്നുണ്ടോ? എൻ്റെ കുഞ്ഞമ്പറ്റ തൊഴുന്നുണ്ടോ? ക്ഷീണിച്ചു പോയോ? തൊഴുതങ്ങ് ക്ഷീണിച്ചു. അമ്പറ്റി പ്രാർത്ഥിക്ക്. എല്ലാ ദിവസവും ഞാനിങ്ങനെ വിളിച്ച് ചിട്ട ചെയ്യിച്ചതാണ് ഇത്. കണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ വിളിക്കുമ്പോൾ അവർ എപ്പോഴൊന്നും വരത്തില്ല, അവർക്ക് തോന്നണ്ടായോ. പക്ഷെ ഇവൻ അങ്ങനല്ല. ആദ്യമൊക്കെ ഒന്നിങ്ങനെ നിൽക്കും, പിന്നെ ഓടി വന്നങ്ങ് തൊഴും. പൊന്നുമോനെ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇത്തിരി ഭസ്മമൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഭസ്മം ഇടാറുണ്ട്. അപ്പോൾ അവനും ഞാനിങ്ങനെ ഭസ്മമൊക്കെ ഇട്ട് കൊടുക്കും. ഇനി വീഡിയോ പിടിക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, അച്ഛൻ രാത്രിയാകും വരുമ്പോൾ. എന്നാൽ എങ്ങനെ തൊടുന്നേ എല്ലാം കാണിച്ചേ, എങ്ങനെയാ ഭസ്മം തൊടുന്നേ? അമ്പറ്റി കണ്ടോ, കാത്തുരക്ഷിക്കണേ. കണ്ടോ, വാ എഴുന്നേക്ക്. അമ്മ നാമം ചൊല്ലട്ടെ. ഇവിടെ കിടക്കുവാന്നോ? എന്നാൽ അവിടെ കിടന്നോ. ഞാൻ നാമം ചൊല്ലിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇവിടെ കാണും. എപ്പോഴാണോ എഴുന്നേക്കുന്നത് അത്രയും നേരം വരെ ഇവിടെ ഇരിക്കും. ഞാൻ നാമം ചൊല്ലട്ടെ.